ഏലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. 2 നിലകളിലായി 9,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. ഏലപ്പാറ കൊച്ചുകരിന്തിരിവി റോഡിൽ തണ്ണിക്കാലത്താണ് പുതിയ ആശുപത്രി കെട്ടിടം പണി കഴിപ്പിച്ചത്. പഞ്ചായത്തിന്റെ ചിരകാല സ്വപ്നം എന്ന് തന്നെ വിശേഷിപ്പിക്കും. ആ നിലയിൽ ഒരു ആരോഗ്യ കേന്ദ്രം എന്നുള്ളത് എത്രയോ നാളുകളായി, പതിറ്റാണ്ടുകളായിട്ടുള്ള സ്വപ്നമായി. അതാണ് ഇന്നിവിടെ ഏലപ്പാറ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ താഴത്തെ നില NHM ഫണ്ട് ഉപയോഗിച്ച് 1,34 ലക്ഷം രൂപയ്ക്കാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. 4,850 ചതുരശ്ര അടി വലിപ്പമുള്ള താഴത്തെ നിലയിൽ രജിസ്ട്രേഷൻ, പ്രീ ചെക്ക് ഏരിയ, OP, ഫാർമസി, ഒബ്സർവേഷൻ, പ്രതിരോധ കുത്തിവയ്പ്, മൈനർ, ഓപ്പറേഷൻ തിയേറ്റർ, ലാബ് എന്നീ സൗകര്യങ്ങളുണ്ടാകും. വാടൂർ സോമൻ MLA ലഭ്യമാക്കിയ MLA ഫണ്ടായ 99 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ മുകളിലത്തെ നില പൂർത്തീകരിച്ചിട്ടുള്ളത്. ഈ നിലയിൽ പൊതുജനാരോഗ്യ വിഭാഗം, പാലിയേറ്റീവ്, ഫിസിയോതെറാപ്പി, ഓഫീസ്, കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളുണ്ട്. കൂടാതെ ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് 40 ലക്ഷം രൂപ ചെലവഴിച്ച് ആശുപത്രിക്ക് ആവശ്യമായ മുഴുവൻ ഫർണിച്ചറുകളും സംരക്ഷണ ഭിത്തിയും ലഭ്യമാക്കിയിട്ടുണ്ട്. ഏലപ്പാറ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന 7 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ വാഗമൺ, ബോണാമി എന്നീ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് 55 ലക്ഷം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പരിപാടിയിൽ വാടൂർ സോമൻ MLA അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KT ബിനു, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ തോമസ്, മറ്റ് ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.